ഇപ്പം ഞങ്ങൾ പോകുന്നത് നമ്മുടെ കർണാടക ഡിസ്ട്രിക്റ്റിലെ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടവും അതുപോലെ തന്നെ ഹിമവത് ബേട്ട ടെമ്പിളിലേക്കുമാണ്. അതായത് ഹിമവത് ഗോപാലസ്വാമി ബേട്ട ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ബന്ദിപ്പൂർ നാഷണൽ ടൈഗർ റിസർവേയിൽ കൂടെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 2 പ്ലേസുകൾ കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ നിലമ്പൂർ വന്ന് സ്റ്റേ ചെയ്ത് നിലമ്പൂരിൽ നിന്നാണ് നമ്മൾ ഗൂഡല്ലൂർ വഴി അവിടെ വന്ന ശേഷം നമ്മൾ വഴിക്കടവ് വഴിയാണ് നമ്മൾ ഗുണ്ടൽപേട്ടയ്ക്ക് കയറിയത്. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സൂര്യകാന്തിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ആ ഹിൽസിലേക്ക് കയറുമ്പോൾ ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ പ്രൈവറ്റ് വണ്ടികളൊന്നും അവിടെ കടത്തി വിടില്ല, എല്ലാം താഴെ പാർക്ക് ചെയ്യണം. എന്നിട്ട് കർണാടക സ്റ്റേറ്റ് ബസ് സർവീസ് മാത്രമേ മുകളിലേക്കുള്ളൂ. കാരണം ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് അവിടെ ട്രാഫിക്കുകൾ ആരും ഉണ്ടാവരുത്, അതുപോലെ കൂട്ടമാകും. പ്രൈവറ്റ് തിരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ഈ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. മൈക്കൊന്നുമില്ല കേട്ടോ, കാരണം ഉണ്ടോ നല്ല കാറ്റാണ്. ഇങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി സീനറി. അപ്പോൾ ഇവിടെ എല്ലാം ക്യൂ നിൽക്കുന്നതെല്ലാം ഇവർ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നവരാണ്. ബസ് വരും. ഇതാണ് അമ്പലം. അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച അകത്ത് ക്യാമറ കയറ്റാൻ പറ്റില്ലെന്ന്, പക്ഷേ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണാം. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നില്ല, ചുറ്റും. ഇവിടെ നിന്നുള്ള കർണാടകത്തിലെ ഓരോ കാഴ്ചകളാണിത്. നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കാണാം കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലാണ്. മറ്റേ ബന്ദിപ്പൂർ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമി ബേട്ട 1450 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്ദിപ്പൂരിലെ ഏറ്റവും വലിയ ഒരു കുന്നാണ് ഇവിടെ. കുന്ന് മീൻസ് കർണാടകയിൽ ഹിമാണ്. ഹിമ ഗോപാലസ്വാമി ബേട്ടയാണ് ഇവിടെ. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്വാപര യുഗത്തിൽ ശിവപാർവതിമാരുടെ മംഗളം, അതായത് കല്യാണം കാണാൻ വേണ്ടി നമ്മുടെ ദേവഗണങ്ങളും മറ്റ് ഭൂതഗണങ്ങളും സകല സസ്യ ജന്തു വൈവിധ്യങ്ങളെല്ലാം കൂടി നമ്മുടെ കാശിയിലേക്ക് പോവുകയും, കാശിയിൽ പോകുമ്പോൾ നമ്മുടെ ഭൂമി, ഈ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഭൂമിയുടെ ചരിവ് ഒരു പാതാളത്തിലേക്ക് താഴുകയും, അതനുസരിച്ച് പിന്നെ അത് കാണുമ്പോൾ നമ്മളെ ബ്രഹ്മദേവൻ നമ്മുടെ അഗസ്ത്യർ മുനിയെ സമീപിക്കുകയും തെക്കോട്ട് പോകുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അപേക്ഷിക്കുകയാണ് പറഞ്ഞത്, ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ അഗസ്ത്യർ മുനി നമ്മുടെ തെക്കോട്ട് പോവുകയും നമ്മുടെ വിന്ധ്യാചൽ എന്ന് പറഞ്ഞ ഹിമാലയ പർവ്വതനിര കടന്ന് നമ്മുടെ ഇവിടെ എത്തുകയും ശ്രീകൃഷ്ണനെ പൂജിക്കുകയും പ്രത്യക്ഷമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ശ്രീകൃഷ്ണനെ പ്രത്യക്ഷമാക്കിയതിന് ശേഷം നമ്മുടെ ഭൂമിയുടെ ഈ സന്തുലനാവസ്ഥ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ അഗസ്ത്യർ മുനി അപേക്ഷിക്കുകയും, അങ്ങനെ ഭൂമിയുടെ സന്തുലനാവസ്ഥ ശരിയാക്കുകയും, സന്തുലനാവസ്ഥ ശരിയാക്കിയതിന് ശേഷം അഗസ്ത്യർ മുനി കൃഷ്ണനോട് ഒരു കാര്യം പറഞ്ഞു. അല്ലയോ കൃഷ്ണ, എനിക്കിവിടെ നമ്മുടെ കലിയുഗത്തിൽ ഒന്ന് ഇരിക്കണം. നമ്മുടെ ജനങ്ങളുടെ സന്താനം, അതുപോലെ അവരുടെ ആരോഗ്യം, അവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം കൂടി ഒന്ന് നികത്താൻ വേണ്ടി കലിയുഗത്തിൽ കൃഷ്ണൻ ഇവിടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു അഗസ്ത്യരോട്. ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മഞ്ഞ് വേണം, ഹിമം. രണ്ടാമത്
എല്ലാവരും ഋഷിമാരും അതുപോലെ എല്ലാവരും എന്നെ പൂജിക്കണം. മൂന്നാമത് കുടുംബസമേതമാണ് ഇവിടെ ഞാനിരിക്കുക. അങ്ങനെ ഇതെല്ലാം അഗസ്ത്യാർ മുനി കേൾക്കുകയും അതേപോലെ ചെയ്യുകയും ചെയ്തിട്ട് അങ്ങനെ ഇവിടെ ഹിമവത് ഗോപാലസ്വാമി ബേട്ട എന്ന ഒരു നാമം ഉണ്ടാകുകയും ചെയ്യുകയാണുണ്ടായത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഒരു സൈഡ് ഉണ്ടോ എന്നാൽ ഭംഗിയെ നോക്കി മഞ്ഞൊക്കെ ഇറങ്ങുന്ന അടിപൊളി കാഴ്ചകളാണ്. മുട്ടക്കുന്നുകളൊക്കെ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് തിരികെ പോവുകയാണ്.